ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സിദ്ദിഖിനെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയിരിക്കുകയാണ്. വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? അതായത് ഇന്ന് രാവിലെയാണ് കന്റോൺമെന്റ് പോലീസ് നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷമാണ് എനിക്ക് പിന്നിൽ കാണുന്ന കോടതിയിൽ ഹാജരാക്കിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് നിലവിൽ സിദ്ദിഖിനെ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി കേസ് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിക്കണമെന്നൊരു വിധി നൽകിയ സാഹചര്യത്തിൽ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ച ശേഷം ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ച് സിദ്ദിഖിനെ പോലീസ് സ്വതന്ത്രനാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസ് പരിഗണിക്കും. യുവനടിയുടെ പീഡന പരാതിയിലാണ് സിദ്ദിഖ് നിലവിൽ ഈ കോടതി മുറിയിൽ നിൽക്കുന്നത്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പിന്നാലെയാണ് പോലീസ് സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായി സിദ്ദിഖിനെ നോട്ടീസ് നൽകി കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. എന്തായാലും ഈ ജാമ്യം ലഭിച്ച ശേഷം, ജാമ്യ വ്യവസ്ഥകൾ വന്നതിന് ശേഷം സിദ്ദിഖിനെ നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിന്റെ കേസ് കോടതി പരിഗണിക്കും. വിജയകുമാർ. യെസ്, സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജാമ്യ വ്യവസ്ഥകൾ കോടതി തീരുമാനിച്ച് ജാമ്യം അനുവദിക്കും. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം.